ഹലോ ഡിയേഴ്സ്, ഇന്ന് ജൂൺ 13, 2025 എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് ബർത്ത്ഡേ വ്ളോഗ് എടുക്കണമെന്നൊന്നും ഒരു പ്ലാനും ഇല്ലായിരുന്നു. വളരെ ഒരു നോർമൽ ഡേ ആയിരുന്നു. പക്ഷേ എന്തോ ഈവനിങ് ആയപ്പം ചെറിയൊരു കേക്ക് കട്ടിങ് ഒരു പരിപാടിയൊക്കെ മിസ്റ്റർ കറിയുടെ അറേഞ്ച് ചെയ്തു. അപ്പം അവൻ്റെ കസിൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നന്ദുവും ദേവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കൊന്ന് നാട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ എനിക്കൊന്ന് 2 വർഷവും ബാംഗ്ലൂരായിരുന്നു. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ അമ്പിളിയമ്മയുടെയൊക്കെ കൂടെ അച്ഛൻ്റെയൊക്കെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അളിയനില്ല, ഉണ്ണി സ്ഥലത്തില്ല. ബാക്കി നമ്മൾ ഇത്രയും പേരോട് ചെറിയൊരു സെലിബ്രേഷൻ ഒന്നും പറയാനില്ല, ചെറിയൊരു കേക്ക് കട്ടിങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഓഫ് കോഴ്സ് എൻ്റെ ഫേവറേറ്റ് കളർ വയലറ്റ് ലാവൻഡർ അതൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ചുരിദാർ സത്യത്തിൽ ഇടണമെന്നൊന്നുമില്ല. ഞാൻ നോർമൽ വീട്ടിലിരുന്നൊരു ഡ്രസ്സ് ഇട്ടിട്ട് കട്ട് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തേ. പക്ഷേ ദേവുവിൻ്റെ നന്ദുവിൻ്റെയൊക്കെ ചേച്ചി ഒരു ഡ്രസ്സ് ഇട് ചേച്ചിയുടെ ഫേവറേറ്റ് കളറല്ലേ വയലറ്റ് ഇട് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു ചുരിദാർ എടുത്തിട്ടത്. എനിക്ക് ഇതെൻ്റെ ഒരു റീസെൻറ്റ് ഫേവറേറ്റ് ചുരിദാറാണ്, ത്രെഡ് വർക്കൊക്കെ വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു ചുരിദാർ എടുത്തിട്ടു. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി വീഡിയോ എന്താണ് കേക്ക് കട്ടിങ് ഒന്നും എടുത്തിട്ടില്ല, അപ്പോൾ അത് നമുക്ക് കാണാം. ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് ഇന്നിപ്പോൾ നമ്മളെ മാംഗോ സീസൺ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാംഗോ. അതിനെക്കാട്ടിലൊരു കൊതിച്ചയാണ് ഇവിടെ എൻ്റെ അമ്പിളിയമ്മ. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ബാംഗ്ലൂർ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ സേലം വഴി വന്നപ്പോൾ സേലം മാങ്ങയും അൽഫോൺസ മാങ്ങയൊക്കെ വാങ്ങിച്ചു. അപ്പം ഞാൻ കഴിഞ്ഞ വട്ടം 2 വട്ടം ബാംഗ്ലൂരും കൂടുതൽ ഫ്രൂട്ട്സ് കിട്ടുന്ന സ്ഥലമല്ലേ. അപ്പം ഞാൻ എപ്പോഴും മാംഗോ സീസൺ ആകുമ്പോൾ ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഒരു മാംഗോ കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ഉണ്ട്. അപ്പം അത് ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാനത് ഇടാവുന്നതായിരിക്കും. കാലൊക്കെ തൊട്ട് എഴുതാൻ ഓക്കെ. ഹലോ, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മാള ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് രാവിലെ മാംഗോ പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുക്കാം. അപ്പോൾ ഗയ്സ്, നിങ്ങൾ റെഡി ആണോ എടുക്കാൻ? റെഡി ആണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിക്കൂ. ഓക്കേ. ഞാനൊരു ഉച്ചയായപ്പം ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചതാണ് കേട്ടോ. ഇവരും കൂടി വന്നിട്ട് അമ്പിളിയമ്മയും കൂടി വന്നിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം എന്ന് വെച്ച് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ മാംഗോ പുഡിംഗ് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ, മഞ്ഞയൊക്കെ മാച്ചിങ് ആയിട്ട് വന്നിരിക്കുകയാണ്. അമ്പിളിയമ്മയുടെ ഫേവറേറ്റ് ഐറ്റം. അങ്ങനല്ല അമ്മേ, അകത്തോട്ട് ഇങ്ങനെ ഇതാക്കി എടുക്കടി, എന്നാലേ ആ കോക്കനട്ട് മിൽക്കിൻ്റെ അത് കിട്ടുള്ളൂ. അമ്മ കഴിച്ചോ കഴിച്ചു നോക്ക്. എനിക്ക് എന്തായാലും വീഡിയോ കൊള്ളാമോ, സെറ്റാണോ? അങ്ങനെ അമ്പിളിയമ്മയ്ക്കും ദേവുവിനും നന്ദുവിനും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയായി. കൊള്ളാമോ, സൂപ്പറാണോ? സെറ്റ്, സന്തോഷായി ഗൈസ്. ഓക്കേ, എങ്ങനെയുണ്ട്? സൂപ്പറാണോ? കഴിച്ചു. ഇന്നും പറയാ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട്. ഞാനാണെങ്കിൽ കുറച്ചേ ഉണ്ടാക്കിയോളൂ. കൊള്ളാല്ലേ? വേണ്ട, മധുരമൊന്നും എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്യില്ല. ഞാൻ ചിയ സീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്, ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട്. അതാ ഒരു ഭംഗിയുണ്ട് അല്ലേ. പക്ഷെ എനിക്കൊന്നും ഇത്ര സെറ്റായാൽ മതി അല്ലയോ? തണുപ്പ് കുക്കറാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കൊന്നും പറയാനില്ല. ശരിക്കും
അച്ഛനെ കൊടുക്കാൻ പോ. ഈ അടിയിലെ സംഭവം സൂപ്പറാണ്. ബ്രെഡിന്റെ എനിക്ക് സന്തോഷമായി, കൃതാർത്ഥയായി ഞാൻ ഗൈസ്. അതൊക്കെ ഉണ്ടാക്കി അപ്പച്ചേരി കൊടുത്തു വിടണേ. മാങ്ങ സീസൺ കഴിയപ്പോ തീരും. അവിടെ ഇട്ടോളം ഉണ്ടാക്കാം. ആ മാങ്ങ ഒപ്പിച്ചോ, മാങ്ങ ഒപ്പിച്ചോ ഉണ്ടാക്കാടി, ഉണ്ടാക്കാം, സെറ്റാക്കി തരാം. ഞാൻ ഇന്ന് അതുകൊണ്ടാണ് നിങ്ങൾ വരും എന്ന് വെച്ചപ്പോ കയ്യിൽ നമ്മൾ സ്ഥിരം ഗസ്റ്റ്. ഇനി നമ്മൾ അച്ഛനെയും കൂടി ഒന്ന് കൊടുക്കാന്ന് വിചാരിച്ചു. മാംഗോ കോക്കനട്ട് പുഡിംഗ് കൊള്ളാമോ? ഇല്ല, ഐസ്ക്രീം ഒന്നുമില്ല. കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാല്. കൊള്ളാം. തണുപ്പാണല്ലോ. രണ്ട് മുന്തിരിങ്ങ വെച്ചാൽ നീ അത് മാറ്റി വെക്കണം. തണുപ്പാ സത്യം പറയാലോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു കുക്കർ അവാർഡ് ഞാൻ തരുന്നതാണ്. ഒരു കുക്കർ അവാർഡ് ഞാൻ തരുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അത് ഞാൻ എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട് ഉണ്ടാക്കുന്ന. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണണം, എന്നാലേ അറിയാൻ പറ്റും. എന്തെങ്കിലും പറയാനുണ്ടോ ബർത്ത്ഡേ ആയിട്ട്? സന്തോഷം മതി, സമാധാനം വേണ്ടോ? അതെന്തോ എന്റെ ബർത്ത്ഡേ ആയിട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ചിരിക്കണം. Why so serious? Why so serious? Let me put a smile on your face. എന്താണ് എന്റെ ബർത്ത്ഡേ ആയിട്ട് താങ്കൾക്ക് പറയാനുള്ളത്? Happy birthday. അതെപ്പോഴും പറയുന്നില്ലേ, വേറെ പ്രശ്നമായിട്ടൊന്നുമില്ലേ? ജന്മദിനാശംസകൾ, പുറന്തനാൾ വാഴ്ത്തുക്കൾ. ഒന്നും പറയില്ല, ഒന്നും പറയാം. എന്റെ മാംഗോ പുഡിങ്ങിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാം. രണ്ടല്ല, 100 വാക്കാണ് എനിക്ക് പറയാം. അടിപൊളിയാണ്. മധുരമാവുന്ന പ്രശ്നമില്ല. മധുരം ഇട്ടിട്ടില്ല ഒന്നും. നാച്ചുറൽ മധുരമാണ്. പക്ഷെ അത് തീർന്നു. കാരണം എന്താണെന്നറിയോ? സെബം ഗ്ലാൻസിന്റെ ഇത് സെക്രീഷൻ ഇത് വരും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ അണ്ണാക്കിലോട്ട് കയറി ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫറുടെ? ഇല്ലെന്നുണ്ടെങ്കിൽ പ്രോയാ പൊന്നളിയാ. ആ ഒന്ന് സൂം ഔട്ട് ചെയ്യൊന്ന്, ലെൻസ് സൂം ഔട്ട് ചെയ്യും. ഞങ്ങളെന്നാ വല്ല അയ്യത്ത് പോയി നിൽക്കാം. എൻ്റെ ഫോട്ടോസ് ഒന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഞാൻ കണ്ടില്ല. ഇതെൻ്റെ ഫോട്ടോഗ്രാഫിയാണേ. അത് ഇനി മിസ്റ്റർ കാര്യേട്ടനെ കാണിച്ചു തരാവേ. ആരും പോകരുത്. മിസ്റ്റർ കാര്യേട്ട് ഫോട്ടോഗ്രാഫിയാണേ. മറ്റേ പല്ലി ചതഞ്ഞിരിക്കുന്ന ഫോട്ടോകളാണ്. മുഖത്തുനിന്ന് മാറ്റി കൈ. വിത്ത് മൈ നീലൻ. യെസ്. എന്നെ കാണിക്കാം, അവനെ കാണിക്കാതെ. ആ ഉമ്മ മിസ്സായി പോയി. ഇവിടെ ഒരു പല്ലി ചതഞ്ഞു. അയ്യോ എന്റെ നീല. ഇപ്പോഴോ എനിക്ക് ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് തരണം. അതിലെങ്ങനെയുണ്ട് ഞാൻ നോക്കിയാലേ എനിക്ക് ഓക്കെ പറയാൻ പറ്റുള്ളൂ. കണ്ണാടിയിലൊക്കെ മണിരത്നം നന്ദു. അതെ, നമുക്കിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു. സെൽഫ് ലവ്, സെൽഫ് ഗിഫ്റ്റിംഗ്. വെരി നൈസ്.
Helicopter. Happy birthday to you. Happy birthday to you. Happy birthday to you, Mom. Happy birthday to you. ഞാൻ മുറിച്ചത് നീ എടുത്തു. കുന്നടക്കാരൻ ഇങ്ങോട്ട് നന്ദു കൊള്ളാം. കുടുംബശ്രീ ടോക്സിന്റെ ഒരിതുമായി ഒരാൾ മാത്രമേ ഉള്ളൂ ഒരാൾ മാത്രമേ ഹാപ്പി ബർത്ത്ഡേ. ഞാൻ തന്നെ വയ്ക്കാം. ചേച്ചി ഹാപ്പി ബർത്ത്ഡേ. അല്ലേ കേൾക്കാം കസ്റ്റമൈസ് റെയിൻബോയാ. വാ വിളിക്കുന്നേ, കേശവ വിളിക്കുന്നേ ഇയാളുടെ ഇത് കണ്ടിട്ട്. ഞങ്ങള് ബർഗർ കഴിക്കാൻ പോവാ, നമുക്ക് കേക്കൊന്നും വേണ്ടത്. ഓ ഹാപ്പി. ഓ അതും കൂടെ എടുത്തേ. അച്ഛൻ ഇപ്പഴും ഓർത്തോ, അയ്യോ മോളെ പറയാൻ പറഞ്ഞത് ഹാപ്പി ബർത്ത്ഡേ. കേക്കെല്ലാം കഴിച്ച് അച്ഛൻ. അയ്യോ ചോട്ടാമ്പയിൽ ഞാൻ പറഞ്ഞ പോലെ ഈ അവസരത്തിൽ പറയാൻ പറ്റുന്നതല്ല ആശാനെ ഹാപ്പി ബർത്ത്ഡേ. ഡിന്നർ അമ്പിളിയമ്മയുടെ വക സ്പെഷ്യൽ ചിക്കൻ കറിയും ചപ്പാത്തിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ബ്രൗണീസൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കേക്കും ബ്രൗണീസും എല്ലാം അമ്പിളിയമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് കൺമണി ആൻറ്റിയുടെ വകയാണ്. താങ്ക് യു സോ മച്ച് ആൻറ്റി, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളിനി ഡിന്നർ കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. എന്തോ ഇവിടെ നടക്കുന്നത്. എൻ്റെ അച്ഛനോട് പറ, പണ്ട് എൻ്റെ അച്ഛനെ പേടിച്ച് പട്ടി ഇത് പോയാ പേടിച്ച്. അയ്യോ ഇത് വലിയ ഈ വീട്ടിൽ ഇൻസേർട്ട് എന്തൊക്കെയാണ് സമ്മാനം കൊണ്ട് നിന്റെ മുഖം ചുവന്ന പറയുന്ന ആളുടെ ചുമക്കുന്നത് ആണ്. വെയിലത്തിരുന്നാലേ എനിക്ക് ചുമക്കും. പിന്നെ എന്തിനാ വെയിലില്ല. അങ്ങനെ ചിറ്റ് ചാറ്റിംഗ് ഒക്കെ കഴിഞ്ഞത് ഹോസ്റ്റൽ വാർഡൻ ഫുഡൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു. ചിക്കൻ കറി വിളമ്പാൻ വലിയ വിദഗ്ധനല്ലാത്തതുകൊണ്ട് അത് ഉപേക്ഷിച്ചതാ പോവുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കഴിച്ച് പുറത്ത് ഭയങ്കര മഴയാണ്, ന്യൂസൊക്കെ കാണാനാണ്. അവരെ തിരിച്ചു കൊണ്ടുവിടാൻ പോവാണ് കേട്ടോ. ബിക്കോസ് ദേവുവിന് കുറച്ച് എഴുതാനൊക്കെ ഉണ്ട്. പഠിത്തം ഉഴപ്പില്ലല്ലോ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇന്ന് എത്ര രാത്രിയായാലും കൊണ്ടുവിടാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനും കയറി പോകുന്നുണ്ട്, ബിക്കോസ് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ അവൻ പോസ്റ്റ് ആവുമല്ലോ. സമയം 10:04 കേട്ടോ. എനിക്ക് നമ്മുടെ ബർത്ത്ഡേ ഡേറ്റ് സ്ക്രീനിൽ ഫോണിൽ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലാണ്. നമ്മുടെ ദിവസം എന്ന് നമ്മൾ കരുതുന്ന ദിവസമല്ലേ, ഒരു സ്പെഷ്യൽ ഫീലല്ലേ. അങ്ങനെ നമ്മൾ തിരിച്ചു വന്ന് അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചക്കയൊക്കെ വാങ്ങിച്ച് പോവുകയാണ്. ആരും പോയല്ലേ, നന്ദുവിൻ്റെ വക സ്പെഷ്യൽ ഒരു വൈൻഡിങ് അപ്പും കൂടി ഉണ്ട്. അപ്പം